ഹായ് ഡിയേഴ്സ്, 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് 16ാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസിൻ്റെ വീഡിയോ ഞാൻ രാവിലെയാണ് എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ഇന്ന് നിങ്ങൾ ചെയ്തു തുടങ്ങാം കേട്ടോ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും 15ാമത്തെ ദിവസത്തെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അതാത് ദിവസത്തെ പ്രാക്ടീസ് കഴിയുമ്പോഴുണ്ടല്ലോ, കമൻറ്റ് ബോക്സിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക് ആൻഡ് മിറക്കിൾ ഹെൽത്ത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ നമ്മുടെ ശരീരത്തെ എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ് അല്ലേ. പരിപൂർണ ആരോഗ്യമുള്ള ഒരാളായിരിക്കുക എന്നത് നമ്മുടെ ജന്മാവകാശമാണ്. പക്ഷേ നമ്മൾ ആരും അത് മനസ്സിലാക്കിയിട്ടില്ല. പരിപൂർണ ആരോഗ്യം എന്നാൽ നമ്മൾ എപ്പോഴും ആരോഗ്യമുള്ളവരും ഊർജ്ജസ്വലരും കൂടുതൽ സമയം സന്തോഷിക്കുന്നവരുമായിരിക്കണം. പക്ഷേ നമ്മൾ ഒരിക്കലെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കാറ് പോലും ഇല്ലല്ലേ. അപ്പോൾ നമ്മുടെ തെറ്റായ ചിന്താരീതി കൊണ്ടും നമ്മുടെ തെറ്റായ ജീവിത രീതി കൊണ്ടുമൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് പേടിയും ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ ഉണ്ടാകും അല്ലേ. അങ്ങനെ നിരന്തരം ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ രോഗാവസ്ഥ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വേണ്ട പൂർണ്ണ ആരോഗ്യം അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ കുറ്റപ്പെടുത്തുന്നിടത്തോളം കാലം ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം കുറ്റപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പലരും കണ്ടിട്ടില്ലേ അവനവനെ തന്നെ കുറ്റം പറയുന്നത്? എന്നെ കാണാൻ ഭംഗിയില്ല, എനിക്ക് ഉയരം കുറവാണ്, എനിക്ക് ഉയരം കൂടുതലാണ്, ഞാൻ മെലിഞ്ഞിട്ടാണ്, ഞാൻ കൂടുതൽ വണ്ണമാണ്, ഇങ്ങനെ ഓരോന്നിനും കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പിയറൻസിനെ എപ്പോഴെങ്കിലും ഇതുപോലെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, നമുക്ക് വേണ്ടി നിരന്തരം വർക്ക് ചെയ്യുന്നവയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളൊരു നന്ദി പറയാഞ്ഞിട്ട് പോലും നമുക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും. നമ്മുടെ ഓരോ ശരീരഭാഗത്തോടും വളരെയധികം ഗ്രേറ്റ്ഫുൾ ആവുക. നമ്മുടെ ശരീരത്തെ നിരന്തരം കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് അസുഖത്തിലേക്ക് കലാശിക്കും. അപ്പോൾ ദൈവം തന്ന പരിപൂർണ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പറയുക. ദൈവം നമുക്ക് തന്ന രൂപം എന്താണോ അതിനെ നമ്മൾ ശരിക്കും സ്നേഹിക്കുക, അതിന് നന്ദി പറയുക. നമ്മൾ ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പ്രവൃത്തിയിൽ വരുത്തുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനാകും. സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വളരെ എളുപ്പം എത്താനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും. ഇനി നമ്മുടെ ഇപ്പോഴുള്ള ആരോഗ്യത്തിന് നന്ദി പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഉള്ള ആരോഗ്യം കൂടി നമുക്ക് നഷ്ടപ്പെടാനിടയാകും. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ അസുഖങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ പോലും പൂർണ്ണ ആരോഗ്യത്തിന് നന്ദി പറയുക. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. നമ്മുടെ ശരീരത്തിൽ വേദനയുള്ളപ്പോഴും നന്ദി പറയുക എന്നത് പലർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. എങ്കിലും നല്ല ആരോഗ്യാവസ്ഥയിൽ എത്തണമെങ്കിൽ ശരീരത്തിന് നന്ദി പറഞ്ഞേ മതിയാവൂ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എങ്ങനെ നമ്മുടെ ഹെൽത്തിനെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് 3 സ്റ്റെപ്പായിട്ടാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെറുപ്പം മുതൽ, അതായത് നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഇന്നേ ദിവസം വരെ അനുഭവിച്ചിട്ടുള്ള, അതായത് നിങ്ങൾ പരിപൂർണ ആരോഗ്യത്തോടെ ഇരുന്ന സമയത്ത് ഉള്ള 3 സന്ദർഭങ്ങൾ ഓർത്തെടുക്കുക. അതിലൂടെ കടന്നു പോവുക, അതിന് നന്ദി പറയുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ പരിപൂർണ ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ ഒരു ഓട്ട മത്സരത്തിൽ വിജയിച്ചതോ അല്ലെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്തതോ അങ്ങനെ എന്തുമാവാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആരോഗ്യം, നമ്മുടെ ഓരോ അവയവങ്ങൾക്ക് നന്ദി പറയുക. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് നന്ദി പറയുക. കണ്ണ്, മൂക്ക്, ചെവി, സ്കിന്ന്, നമ്മുടെ കോശങ്ങൾക്ക് നന്ദി പറയുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്കുള്ള ആരോഗ്യത്തിന് നമ്മൾ ഇപ്പോൾ തന്നെ നന്ദി പറയുകയാണ്. നമ്മുടെ ആരോഗ്യം ഏതു വിധത്തിലാവണം എന്നുള്ളത് സങ്കല്പത്തിൽ കൊണ്ടുവരിക. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വെയിറ്റ്
നമുക്ക് വെയിറ്റ് ലോസ് ആണ് വേണ്ടതെങ്കിൽ എത്ര വെയിറ്റ് ആണോ വേണ്ടത് 55, 60, 65 അത് മനസ്സിൽ കൊണ്ടുവരിക. ആ രൂപത്തിലുള്ള നമ്മളെ സങ്കല്പിക്കുക, എന്നിട്ട് നന്ദി പറയുക. ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. ഇനി എനിക്കൊരു കാര്യം നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിൽ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഏതെങ്കിലും ഒരു അസുഖം നമുക്ക് വന്നാൽ പരാതി പറഞ്ഞ് നടക്കാതെ പരാതി പറയുന്നത് നിർത്തിയിട്ട് നന്ദി പറയാനായിട്ട് തുടങ്ങുക. എല്ലാവരും ഇന്നത്തെ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് അടുത്ത ദിവസം വരാം. ബൈ.